വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം വരുന്നില്ല. രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. അതിന്റെ 19, 20, 21 വാക്യങ്ങളിലും ഇത് പ്രാർത്ഥനയാണ്. യഹോവേ, നീയോ യഹോവേ അകന്നിരിക്കരുതേ, എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. വാളിൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകിടക്കിലെ നീ എനിക്ക് ഉത്തരം അരുളുന്നു. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം നാം കാണുന്നത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ കൈവിടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥനകൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും ദൈവത്തിലുള്ള ആശ്രയം നാം നിർത്തരുത്. ഡു നോട്ട് സ്റ്റോപ്പ് ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ്. കാരണം ദൈവത്തിന് പലരും പറയുന്നു എന്താ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കറിയാം, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ നാം ഒരിക്കലും ആശ്രയിക്കരുത്. സങ്കീർത്തനം 16:4 പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും കുഞ്ഞുനാൾ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അതുകൊണ്ട് നാം പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ പോകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം ദൈവത്തോട് തന്നെ ആയിരിക്കണം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഓക്കെ, പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചേ വരുന്നുള്ളൂ എന്ന് വരാം, എങ്കിലും പ്രാർത്ഥന ഒരിക്കലും നാം മുടക്കരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. രണ്ടാമത്തെ, നമുക്ക് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധൻ ആകുന്നുവല്ലോ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, 3-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ സ്തുതികൾ വസിക്കുന്നവനെ നീ പരിശുദ്ധനാണ്. യു ആർ ഹോളി ലോർഡ്. നീ പരിശുദ്ധൻ ആണ്. പ്രിയപ്പെട്ടവരെ, സാധാരണമായി നാം കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പറ്റി മോശമായി ചിന്തിക്കുന്നതാണ് മനുഷ്യരുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്. പരിശുദ്ധനായ ദൈവത്തെ പറ്റി തെറ്റായ ധാരണകൾ മനുഷ്യ ഹൃദയത്തിൽ ഉളവാക്കുന്നതാണ് പിശാചിന്റെയും തന്ത്രം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവൻ ഏദൻ തോട്ടത്തിൽ ഹവ്വായില് ചെയ്തത്, ദൈവത്തെ പറ്റി തെറ്റായ ധാരണകൾ. അപ്പോൾ നാം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ ഇട്ടു തരുവാൻ, ഇൻജക്ട് ചെയ്യുവാൻ പിശാച് എല്ലായ്പ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവം സ്നേഹമില്ലാത്തവരാണ്, ദൈവം കരുണയില്ലാത്തവരാണ്, ദൈവം നല്ലവനാണെങ്കിൽ ഇത് എനിക്ക് ചെയ്യുമോ? നമ്മളെപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, കർത്താവേ, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ദൈവത്തെ പറ്റി മോശമായി ചിന്തിക്കുന്ന ആ ചിന്തകൾ പിശാച് പ്രിയപ്പെട്ടവരെ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കുത്തിവയ്ക്കാം. എന്നാൽ നാം ഒരു കാര്യം മറന്നു പോകരുത്, ഹല്ലേലൂയ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ ഇന്നലെയും ഇന്നും നാളെയും എന്നും അനന്യനാണ്. അവന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല പ്രിയപ്പെട്ടവരെ. അവൻ എല്ലായ്പ്പോഴും പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനങ്ങളുടെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 51:4, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. അപ്പോൾ ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഞാൻ പാപം ചെയ്തത് യഹോവേ നിനക്കെതിരായിട്ടാ, പക്ഷെങ്കിൽ എനിക്ക് നിന്നെ കുറ്റം പറയാനൊന്നുമില്ല. നീ സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും നീതിമാനാണ്. നീ നീതിമാനായ ദൈവം, അതിന്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. നിന്റെ വിധികൾ എല്ലായ്പ്പോഴും നിർമ്മലമായവയാ. നീ വെറുതെ ആരെ മുഖപക്ഷത്തോടെ ആരോട് മുഖപക്ഷം ഒന്നും കാണിക്കത്തില്ല. നീ ഒരിക്കലും അന്യായം ചെയ്യുന്ന ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. ഇവിടെ നാം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അത് ചില സന്ദർഭങ്ങൾ ദൈവത്തിന്റെ കുറ്റം കൊണ്ടായിരിക്കില്ല പ്രിയപ്പെട്ടവരെ. നാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പഴിച്ചാരാതെ നാം നമ്മിലേക്ക് തന്നെ ഒരു ഉൾനോട്ടം അല്ലെങ്കിൽ നോക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കും. ദാവീദ് പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ, കർത്താവേ, എന്താ ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ യഹോവ കേൾക്കില്ല. കാരണം ദാവീദിന് അറിയാം, ദൈവത്തിന് ഒരിക്കലും പാപവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ നമ്മൾ പ്രശ്നങ്ങളോട് പോകുമ്പോൾ നാം ചിന്തിക്കണം, എന്താണ് എന്നിലെ കുറവുകൾ, എന്തെങ്കിലും മറിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും കുറ്റങ്ങൾ അല്ലെങ്കിൽ പാപങ്ങളുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ മറുപടി താമസിക്കുന്നതിന് കാരണം നമ്മുടെ അൺബിലീഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു
പ്രാവശ്യം യേശു കർത്താവിന്റെ അടുത്ത് ചന്ദ്രരോഗിയായ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരനോട് തന്റെ പിതാവ് വന്നിട്ട് പറഞ്ഞു, ഈ ചന്ദ്രരോഗിയെ ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പറഞ്ഞു, എന്റെ അടുക്കൽ കൊണ്ടുപോവാ. യേശുവിന്റെ അടുക്കൽ കൊണ്ടപ്പോൾ യേശു അത്ഭുതത്തെ ശാസിച്ചു, ആ പയ്യൻ സൗഖ്യമായി. അപ്പോൾ ശിഷ്യന്മാർ പെരുന്നൊക്കെ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്താ ഞങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതെ? കർത്താവ് അപ്പോൾ അവരോട് പറഞ്ഞു, ആത്മവിശ്വാസിയെ, നിങ്ങളുടെ അവിശ്വാസം കാരണമാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ അവിശ്വാസം കാരണമാകാം മറുപടി താമസിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലനോട് ചോദിച്ചാൽ പറയും, എന്താ നിങ്ങളുടെ സംശയങ്ങൾ കാരണം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള 5, 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സംശയത്തോടെ ദൈവത്തോടെ എന്തെങ്കിലും യാചിക്കുന്നവർ ഒരിക്കലും സംശയത്തോടെ യാചിക്കരുത്. സംശയത്തോടെ യാചിക്കുന്നവരൊന്നും ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം നോക്കണം, നമ്മളിൽ അവിശ്വാസമുണ്ടോ, നമ്മളിൽ സംശയത്തിന് വിത്തുകളുണ്ടോ, അതോ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ മാറ്റിക്കളയേണ്ടതായ ചെറിയതായ പാപവശങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ നമ്മളിൽ ഉണ്ടോ? അങ്ങനെ എന്നിട്ട് ദൈവത്തെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, തീർച്ചയായും ദൈവം തന്റെ മറുപടി തന്റെ തക്ക സമയത്ത് ദൈവം തരുന്ന ദൈവമാണ്. എന്നാൽ ചിന്തിച്ചു പോക, ഒരിക്കലും ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഹല്ലേലൂയ. കാരണം അവൻ പരിശുദ്ധനായ ദൈവമാണ്, അവൻ നീതിമാനായ ദൈവമാണ്, അവൻ അനീതി ചെയ്യുന്നവനല്ല, അവന്റെ വിധികൾ എല്ലായ്പ്പോഴും നിർമ്മലമായവ തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരിക്കൽ പോലും ദൈവത്തെ നമ്മൾ പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്ത് എന്ത് വന്നെന്ന് പറഞ്ഞാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ, അതിഘോരമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്നാലും ദൈവത്തിന്റെ കരമില്ലയോ, കർത്താവ് എന്താ നീ സംസാരിക്കാത്ത, നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന സമയങ്ങളിലും യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ് പറയുവാൻ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മനസ്സിനെ, നമ്മുടെ നാവിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 4-5 വാക്യങ്ങളിൽ അടുത്ത കാര്യങ്ങൾ നമുക്ക് കാണാം. 4-5 വാക്യങ്ങൾ ദാവീദ് പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിന്നിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഇവിടെ എന്താണ് ദാവീദ് ചെയ്യുന്നത്? പൂർവ്വകാല നന്മകൾ സ്മരിക്കുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പൂർവ്വകാല നന്മകൾ സ്മരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദാവീദ് പിന്നെയും പറയുക, 103-ാം സങ്കീർത്തനത്തിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാംഗങ്ങളെ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർവ്വകാല നന്മകൾ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് അനുഭവിക്കാൻ, അല്ലെങ്കിൽ ദൈവ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിയെടുക്കുവാൻ, കർത്താവിന്റെ വിശ്വസതയെ നമുക്ക് വർണ്ണിക്കുവാൻ ഒക്കെ പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളിൽ അവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് മാത്രവുമല്ല, നമുക്ക് ധൈര്യം കൈവരുന്നു. ഇന്ന് നാം ഇന്നലെ സഹായിച്ച ദൈവം ഇന്നും എന്നെ സഹായിക്കുമെന്നുള്ള വലിയ വിശ്വാസവും ഈ പ്രശ്നത്തെ, ഈ പ്രതികൂലങ്ങളെ എല്ലാം മറികടക്കുവാൻ അവൻ നമുക്ക് ധൈര്യവും നമുക്ക് കോൺഫിഡൻസും നൽകി തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർവ്വകാല നന്മകളെ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് കാണാം 22-ാമത്തെ വാക്യത്തിൽ അടുത്ത കാര്യം എഴുതിയിരിക്കുന്നു. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ഇവിടെ ഈ വാക്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സഭാമധ്യേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ഓർക്കുക, എന്താ യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായങ്ങളെല്ലാം അങ്ങ് മുടക്കും. ദൈവമക്കളുമായുള്ള കൂട്ടായ്മ അവർ വിച്ഛേദിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ പറയുക, ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്, എനിക്ക് ദൈവത്തിന്റെ കരമൊന്നും കാണാൻ പറ്റുന്നില്ല, ദൈവം എന്നെ പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തെ ഒരിക്കലും കൈവിടത്തില്ല. അതുപോലെ ദൈവജനത്തെയും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ തിരിച്ചു കളയത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ബന്ധമുള്ളവർക്ക് ദൈവജനത്തോടും എല്ലായ്പ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ സഭായോഗങ്ങൾ മുടക്കി വീട്ടിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ സഭായോഗങ്ങൾക്ക് പോകുവാൻ തക്കവണ്ണം കൂട്ടായ്മ ആചരിക്കുവാൻ, മറ്റ് സഹോദരങ്ങളുമായി നമ്മുടെ കാര്യങ്ങൾ പങ്കിടുവാൻ, പ്രാർത്ഥിക്കുന്നവരുമായി പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ഹല്ലേലൂയ ഫെലോഷിപ്പിന്റെ സന്തോഷം അനുഭവിക്കാൻ നാം എല്ലായ്പ്പോഴും ഹല്ലേലൂയ തയ്യാറുള്ളവരാകണം. സഭായോഗങ്ങൾ മുടക്കരുത്. ലേഖനം 10-24-25 വാക്യങ്ങൾ വായിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ
മുടക്കരുത്. നിങ്ങൾ അലക്ഷ്യമായി നിങ്ങൾ വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പോസ്തലന്മാരുടെ ആ കാലം മുതൽ തന്നെ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് ചേർന്നവർ ഹല്ലേലൂയ കൂട്ടായ്മ ആചരിച്ചു വന്ന ചരിത്രമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ കൂട്ടായ്മ ബന്ധത്തിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ഈ പ്രശ്നങ്ങളെ തരുവാനുള്ള ഒരു ധൈര്യവും എല്ലാം നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ പോലും സഭായോഗങ്ങൾ കൂട്ടായ്മകൾ മുടക്കാതെ ഇരിക്കുക. പിന്നെ അതേ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ നന്മയെ പ്രഘോഷിക്കും. ഹല്ലേലൂയ അവന്റെ നന്മകളെ പ്രഘോഷിപ്പിക്കുക. കാരണം നമ്മൾ കർത്താവ് സമയത്തെത്തി വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിക്കാതെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ച് നാം എപ്പോഴും പ്രഘോഷിക്കുന്നവരായിരിക്കുക. അത് മാത്രവുമല്ല, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ, യാക്കോബിന്റെ സന്തതികളുമായ സകല സന്തതിയുമായവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ താൻ മാത്രം സ്തുതിക്കുകയല്ല, തന്റെ കൂടെയുള്ളവരെയും സ്തുതിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചത്, നമ്മളെ അന്ധകാലത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചത് നാം അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സൽഗുണങ്ങൾ, അവന്റെ നന്മകൾ നാം സഭാമധ്യേ പ്രഘോഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കാര്യം നമ്മൾ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ 25-ാമത്തെ മഹാസഭയിൽ എനിക്ക് പ്രശംസ മുന്നിൽ വരുന്നു, അവന്റെ ഭക്തന്മാർക്കാകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നേർച്ചകൾ മുടക്കാതെ ഇരിക്കുക. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുമ്പോൾ പലരുടെയും ഹൃദയം ക്ഷീണിക്കുകയും ദശാംശം, വഴിപാടുകൾ, സ്തോത്രകാഴ്ച എന്നിവർക്ക് മുടക്കം വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൽ 21, 22, 23 വാക്യങ്ങളിൽ ദൈവത്തിന് നേർച്ച നേർന്നാൽ നീ അത് ചെയ്യാതെ, അതുപോലെ തന്നെ കഴിക്കാതെ ഇരിക്കരുത്. നേർച്ച നീ കൊടുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അത് നിനക്ക് പാപമായി കണക്കിടുമെന്നുണ്ട്. സഭാപ്രസംഗി 5:4-5 വാക്യങ്ങളിലും അതിപ്രകാരം അതേ കാര്യം തന്നെ. നീ നേരുന്നില്ലെങ്കിൽ ഓക്കെ, എന്നാൽ നേർന്നാൽ നീ അത് കൊടുത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊന്നും നാം മുടക്കരുത്. ദൈവത്തിന് നേർന്നത് നാം കൊടുക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അവസാനമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 27-ാമത്തെ വാക്യമുള്ളതാണ്, ഭൂമിരാജികളൊക്കെ ഓർത്ത യഹോവയിലേക്ക് തിരിയും. ഇവിടെ എന്താണെന്ന് അറിയാമോ? പ്രത്യാശ കൈവിടരുതെന്നാണ്. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 29:11 പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളവ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും നമ്മുടെ പ്രത്യാശ കൈവിടരുത്. പ്രത്യാശ കൈവിട്ടാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ നാം ക്ഷീണിതരായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും അത് ദൈവം നന്മയ്ക്കാക്കി തന്നെ തീർക്കും. ഹല്ലേലൂയ. എന്റെ ആത്യന്തികമായ നന്മ ഹല്ലേലൂയ, നിശ്ചിതയ്ക്ക് ആക്കം കൂട്ടുന്ന നന്മ ഹല്ലേലൂയ അതെനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ, where there is no cross, there is no crown. Hallelujah. ഇന്നത്തെ നിങ്ങളുടെ today's message, tomorrow's message in your life. ഇന്നത്തെ നിങ്ങളുടെ ഡിസോണർ എന്ന് പറയുന്നത് നാളത്തെ നിങ്ങളുടെ ഓണറാണെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾ നാളത്തെ നമ്മുടെ സാക്ഷ്യമാണെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ ലഘുവായ കഷ്ടം നാളത്തെ തേജസ്സിന്റെ നിത്യ ഘനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ശിക്ഷ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളത് നിരസിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പൂർവികന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ അവരെ വർണ്ണിച്ചുവല്ലോ, വർണ്ണിച്ചു വണങ്ങിയല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തെ നിങ്ങൾ എത്രയധികം വണങ്ങണം. ഹല്ലേലൂയ. അവർ ശിക്ഷിച്ചത് തങ്ങൾക്ക് ബോധിച്ച പോലെയായിരുന്നു, കുറച്ചു കാലത്തേക്കായിരുന്നു. എന്നാൽ ദൈവം നമുക്ക് ബാലശിക്ഷ നൽകുന്നത് ഹല്ലേലൂയ നാം അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവൻ നമ്മെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ
ഈ പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ലൊരു ശുഭഭാവിയുണ്ട്. ഹല്ലേലൂയ. നാം ഓർക്കണം, എപ്പോഴും അപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം ഇതെല്ലാം എന്റെ നന്മയ്ക്കായി തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മെ പരിവർത്തിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിച്ചു. ഞാൻ ഓർക്കുകയാണ് ഇന്നിവിടെ ആദ്യമായി പാടിയ ഓരോ പാട്ടുകളും ഹല്ലേലൂയ ഈ സന്ദേശത്തെ വിളിച്ചറിയിക്കുന്നത് അല്ലയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ആത്മാവിനെ ഇറക്കിയേക്കാൾ നാം ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ കഴിവുകൾ നല്ലതിലേക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായി കൊള്ളട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ അറിഞ്ഞ ഭാരം വഹിക്കുന്നവർ യേശു നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ നന്നായി അറിയുന്നവർ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഓ സുഖവേളയിലും ദുഃഖത്തിന്റെ നാളുകളിലും എല്ലാം അവൻ നിങ്ങൾക്ക് അരികിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ മുഖത്തേക്കൊന്ന് നോക്കാമോ. ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങൾ നീങ്ങവയല്ല. ഹല്ലേലൂയ. ഒരു ദീർഘിച്ചു പോകയില്ല പ്രിയപ്പെട്ടവരെ. ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം ആരോഗ്യപ്പെട്ട വിടുതൽ അയക്കും. ഹല്ലേലൂയ. നമ്മുടെ നാവുകളെ തുറന്ന ഹല്ലേലൂയ അവരെ ഒന്ന് മഹത്വപ്പെടുത്താമോ. ഹല്ലേലൂയ. ഓ ദൈവമേ ഇങ്ങനെ കൈവിട്ടുകളും ചോദിക്കുന്ന പ്രിയ ദൈവമേ ഹല്ലേലൂയ അവരുടെ കലകളിലെ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഓ ഹാലേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്നോർത്ത് നിർവഹിക്കുന്ന ദൈവമൈവനെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നില്ല. ഹാലൂയ. അത്ഭുതം വരുന്നില്ല. ഹാലൂയ. അവന്റെ കലമിനെ പിടിച്ചിട്ടുള്ള ഭയമില്ല. ഞാൻ നിന്നെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹാലൂയ. ഈ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ വെള്ളം നിന്നെ നോക്കി കലകയില്ല. നിന്നെ ദഹിപ്പിക്കത്തില്ല. ഓ നിന്നെ വിളിച്ചു വിളക്കല് വിളിച്ചവൻ നിന്റെ ദൈവം. ഹാലൂയ. ഓ മാതാവനായി ഇറങ്ങി വരുന്ന ദൈവം. സിംഹക്കൂട്ടിലും ഇറങ്ങി വരുന്ന ദൈവം. അവന്റെ നന്ദിയെ Thank you, Jesus. Thank you, Lord. Thank you, Lord. എന്റെ ഭാരം വഹിക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും
കൈവിട്ടു നിന്നിനാണെന്ന് ആ പിതാവിന്റെ മാസ്റ്റർ പ്ലാനിംഗ് ഉള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും മാനവരാശി രക്ഷിക്കു വേണ്ടി പിതാവ് ദൈവം ചെയ്യുന്നതിന്റെ